ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചിക്കൻ സമോസയാണ്. അപ്പം സമോസ ഷീറ്റും സമോസ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കുന്നതെന്ന് കാണാവേ. അപ്പോൾ നമ്മൾ ഷീറ്റ് മേടിക്കാനായിട്ട് കടയിലേക്കൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഷീറ്റ് തയ്യാറാക്കാം. അപ്പം പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഷീറ്റും തയ്യാറാക്കി നമ്മുടെ ചിക്കൻ സമോസ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്നേ ചിക്കൻ സമോസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമോസ ഷീറ്റൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല, നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ സമോസ ഷീറ്റും ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു 240 മില്ലിയുടെ ഒരു കപ്പിനകത്ത് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഈ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാവേ. ആ വെള്ളത്തിനും അത്രയും ചേർന്ന് ഞാനൊരു 1.5 കപ്പ് പൊടിക്കകത്താണ് നമ്മുടെ ഷീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ള അനുസരിച്ചുള്ള വെള്ളവും ഒക്കെയാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 സ്പൂണ് ഓയിലും കൂടെ ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തു. സാധാരണ നമ്മുടെ ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ്. ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടെ. ഇങ്ങനെ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനകത്തേക്ക് ഒരു 1.5 കപ്പ് നമ്മുടെ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇടുന്നതനുസരിച്ച് ഇളക്കി കൊടുക്കണം. അത് പച്ചയായിട്ടൊന്നും പിടിക്കുകയൊന്നുമില്ല. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്ക് ഈ മാവ് ഇത് പശയായിട്ടോ ഒന്നും വരികയല്ലോ കേട്ടോ. നല്ല നമ്മുടെ ഷീറ്റ് നല്ല പൊട്ടിപ്പോകാതെയും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതൊന്ന് വാട്ടിക്കുഴച്ച് നമ്മളെടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് എടുക്കുന്ന പോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിക്കുഴച്ച് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് വാങ്ങി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവേ. ഇത് എങ്ങനെ നമ്മൾ നമ്മുടെ മൈദ നന്നായിട്ടൊന്ന് വാട്ടിക്കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കിതുപോലൊരു പ്ലേറ്റിനകത്തോട്ടിട്ട് നമുക്ക് പശയായിട്ടൊന്നും ഇത് പിടിച്ചിട്ടില്ല. നന്നായിട്ടൊന്ന് തേച്ച് കുഴച്ചെടുക്കണം. ഭയങ്കര ചൂടാണ്. ഞാനിന്ന് കുഴച്ചെടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ സമോസ ഷീറ്റിനുള്ള മാവ് നല്ല ഡോവ് നമ്മൾ തയ്യാറാക്കിയതേ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല പശയൊന്നുമില്ല, നല്ല വാട്ടിക്കുഴച്ചത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കൈയൊക്കെ ഇച്ചിരി പൊള്ളുവെന്നേ ഉള്ളൂ, പക്ഷേ ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സമോസയ്ക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇത് നമ്മളൊന്ന് മൂടി വെക്കണം. ഇതിൻ്റെ ചൂടങ്ങ് തീരെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് ബോളായിട്ട് വേണമെങ്കിൽ നമുക്ക് ബോളായിട്ട് ഉരുട്ടി വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഈ ഷീറ്റ് നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാം. ഇതുണ്ട് നല്ല സോഫ്റ്റാണ്. ഇതിങ്ങനെ കണ്ടോ. അപ്പോൾ നമ്മളൊരു ഇച്ചിരി വലിപ്പത്തിൽ ഒരു ചപ്പാത്തിയുടെയൊക്കെ വലിപ്പത്തിൽ നമുക്കിങ്ങനെ അങ്ങ് ഉരുട്ടി നമുക്ക് ഷീറ്റ് പിന്നെ നമ്മൾ ആ ഷേപ്പിനെ കണ്ടിച്ചെടുക്കുമല്ലേ. ഇതുണ്ട് നമ്മൾ സാധാരണ ഓർക്കും മൈദ നമ്മൾ പശയായിട്ടാണ് വരുന്നതെന്ന്, മൈദ നമ്മൾ വേവിച്ച് കഴിയുമ്പം. പക്ഷേ ഇത് നമ്മൾ അങ്ങനെയല്ലല്ലോ വേവിക്കും, നമ്മളിത് വാട്ടി കുഴച്ചെടുക്കുമല്ലേ. അതാണ് ഇത് രണ്ടുമായിട്ടുള്ള വ്യത്യാസം കേട്ടോ. മൈദ ഒരിക്കലും അങ്ങനെ പശയായിട്ട് വരികയില്ല. നമുക്കിത് ഓരോ ബോൾസായിട്ട് അങ്ങ് ഉരുട്ടി വെക്കാവേ. അല്ലെങ്കിൽ ഇതെന്നിട്ട് നമ്മൾ ഷീറ്റായിട്ട് നമ്മളെടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് സമോസ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന സമയങ്ങളിൽ നമുക്കിതുണ്ട് എന്ത് സോഫ്റ്റായിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഈ ഷീറ്റ് പൊട്ടിപ്പോവുകയില്ല. അത് തന്നെ നമ്മൾ ഈ വീണ്ടും ഒന്ന് തീയലിട്ട് നമുക്ക് ദോശക്കല്ലിലിട്ട്, സാധാരണ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ദോശക്കല്ലിലിട്ട് തിരിച്ച് അങ്ങനെ ചെയ്യാൻ വേണ്ട. നല്ല ഇതായിട്ട് നല്ല പൊട്ടിപ്പോകാതെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്യും. നമ്മുടെ ചിക്കൻ സമോസയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളാണ്. ഞാനിതേ ഒരു 100 ഗ്രാം ചിക്കൻ ഇത് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഇങ്ങനെ ഈ പീസ് നമുക്ക് ഒന്ന് ചെറുതായിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ടോ അതോ ചോപ്പറിനകത്തിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ നല്ലപോലെ ചൂടായി. നമുക്ക് അതിനകത്തേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണയൊന്ന് ചൂടായപ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അങ്ങോട്ട് കൊടുത്തു. നമ്മൾ കടുക് ഇതിനകത്ത് ചേർക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്.
നമ്മുടെ സവോള നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മളത് നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. നമ്മൾ ചിക്കൻ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഷീറ്റും ഉപ്പിട്ടാണ് നമ്മൾ കുഴച്ച് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഓവർ ഉപ്പാകരുത്. അതുകൊണ്ട് നമുക്കൊരു ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതിന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് കരിമരാന്ന് വരട്ടിയെടുക്കണം. നമ്മൾ സാധാരണ എണ്ണയ്ക്കകത്ത് നമ്മളിത് പൊരിച്ചെടുക്കാനുള്ളതുകൊണ്ട് അങ്ങനെ നമ്മുടെ സവോള ഒരു മുക്കാൽ മൂപ്പായി. നമുക്ക് ആ 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം മല്ലിയിലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ മല്ലിയിലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ ഉള്ളിയും പച്ചമുളകും കാന്താരിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ ഒത്തിരി കുത്തലുള്ള സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇനി നമുക്കൊരു 1/4 സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/2 സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി തികച്ചും ഓപ്ഷനിലാണ്, വേണ്ടിയൊരു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളതിനകത്തേക്ക് 1 സ്പൂണ് നമ്മുടെ മീറ്റ് മസാല, നമ്മൾ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇറച്ചി മസാല നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. നമ്മുടെ പച്ചമണം പോകുന്നോടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം, കറക്റ്റ് അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിനിപ്പോൾ അത്യാവശ്യം ആവശ്യത്തിനുള്ളതുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ, ഇത് ഞാൻ ചിക്കൻ നല്ലപോലെ ഒന്ന് നമ്മുടെ ചോപ്പറിനകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ്. അതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ. ആ മസാല എല്ലാം കൂടി ഉത്തലൊക്കെ ഒന്ന് പിടിക്കാൻ പരുവത്തിന്. ഇതെല്ലാം വെന്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഞാനൊരു 3 വിസിൽ അടുപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് വേറെ പ്രത്യേകിച്ച് വേകേണ്ട കാര്യമൊന്നുമില്ല. ഈ അരപ്പെല്ലാം കൂടി ഒന്ന് നമ്മുടെ ഈ ഇട്ട മസാലയൊക്കെ കൂടെ ഒത്തിരി ഒന്ന് പിടിച്ചാൽ മതി. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഇത് വാങ്ങി വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ സമോസ ഷീറ്റ് ഉണ്ടാക്കാവേ. നമുക്ക് നമ്മുടെ സമോസ ഷീറ്റ് ഒന്ന് പരത്തിയെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മൈദ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതെങ്ങനെയാണ് ഇച്ചിരി കനം കുറച്ചങ്ങ് പരത്തിയെടുത്താൽ മതി. അതിനിപ്പോൾ ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഷേപ്പിന് കിട്ടണമെന്ന് നമുക്കിത് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാനുള്ളതുകൊണ്ടേ ഇതുണ്ട്. ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് വാട്ടി കുഴച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല നമുക്ക് പരത്തിയെടുക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു എളുപ്പമുണ്ട്. ഇതുണ്ട്, ഒത്തിരി മൈദയുടെ ഇട്ട് ആവശ്യം വരുന്നുമില്ല. വേണമെങ്കിൽ ഒരു ശകലിച്ചി ഒന്ന് നമുക്ക് തൂളി കൊടുത്താൽ മതി. നമ്മുടെ ഇവിടുത്തെ ഈ മൈദ പിടിച്ചിരിക്കുമോ എന്നൊന്നും പേടിക്കണ്ട കേട്ടോ. അന്നേരത്തേക്ക് നമുക്കത് കൊട്ടിക്കളഞ്ഞാൽ മതി. നമുക്ക് ഇച്ചിരി വലിയ ഷീറ്റോ അല്ലെ വലിയ കോണ്ടർ ടോപ്പൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ ഇട്ട് പരത്തിയെടുക്കാൻ ഇച്ചിരി എളുപ്പമാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ മുത്തലിട്ടങ്ങ് പരത്തുന്നേ ഉള്ളൂ കേട്ടോ. പിച്ചൂടെയൊക്കെ വലിയ കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അവത്തേലിട്ടിത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ അവത്തേലിട്ടെന്ന് പരത്തിയെടുത്തന്നേ ഉള്ളൂ. നല്ല കനം കുറഞ്ഞ നമുക്ക് പരത്തിയെടുത്താൽ മതിയേ. നമ്മൾ അരികൊക്കെ കട്ട് ചെയ്ത് കളയുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ നമുക്ക് അരികൊന്നും അങ്ങനെ നോക്കുകയൊന്നും വേണ്ട. മൊത്തം ഒന്ന് പരത്തിയെടുക്കട്ടെ ഞാനിതേ. ഇത് എങ്ങനെ നമ്മൾ നമ്മുടെ
സമൂസ ഷീറ്റ് നമ്മൾ പരത്തി. അപ്പം നമുക്കിതൊന്ന് കറക്റ്റ് ഒരു ഷേപ്പായിട്ട് കിട്ടണ്ടേ, അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെയൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാ സൈഡുമേ. ഇതെല്ലാം കൂടെ നമുക്ക് ഉരുട്ടിയാൽ വീണ്ടും വേറൊരു സമോസയുടെ ഇത് ഷേപ്പിൽ നമുക്ക് എടുക്കാം. നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ. ഇനി നമുക്കിത് നടുവേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടോ, കറക്റ്റ് ഷേപ്പായില്ലേ. ഇനിയിപ്പോൾ നമുക്കിത് ഇച്ചിരൂടെയൊക്കെ ഒരു നീളം ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാവോ, നമ്മളിതിലേക്ക് ഒരിച്ചിരി പൊടിയൊന്ന് തൂളിയിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന്, ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി തിന്നായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചേച്ച് നമുക്കിത് ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുകൊണ്ടോ, ഒരേ കനമാവുകയും ചെയ്യും, ഒട്ടിപ്പിടിക്കുകയില്ല. ഇതുകൊണ്ട് അത്രയേ ഉള്ളൂ, നമ്മുടെ സമോസ ഷീറ്റ് റെഡിയായി. നമുക്ക് സമോസ കഴിക്കണം തോന്നുന്നു, നമുക്ക് കടയിലേക്കൊന്നും പോവുകയും വേണ്ട. ഇതുണ്ടോ, ഇതൊന്നും ഒട്ടിപ്പിടിക്കുമോ ഒന്നുമില്ല, തന്നെ എല്ലാം ഒരേ കനത്തിൽ. ഇതുണ്ടോ, മൈദയൊന്നും അതിലായിട്ടുമില്ല, ഒന്നുമില്ല. ഇതുകൊണ്ട് നല്ല തീരെ കനം കുറഞ്ഞ് നല്ല ഷീറ്റായിട്ട് നമുക്ക് കിട്ടി. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ അതങ്ങനെ വെക്കാൻ പറ്റിയാണെങ്കിൽ നമുക്കിതൊന്ന് അടുപ്പിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാനലിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. കണ്ടോ, നല്ല അടിപൊളി ഷീറ്റായില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഷീറ്റെല്ലാം ഞാനൊന്ന് പരത്തി എടുത്തുകൊണ്ട് വരട്ടെ. നമുക്ക് നമ്മുടെ സമോസയുടെ ഫില്ലിങ് തയ്യാറാക്കാൻ ഞാൻ 1 സ്പൂണ് മൈദ ഇത് എടുത്ത് കലക്കി വെച്ചിട്ടുണ്ട്. സൈഡിൽ കൂടെയൊക്കെ തേക്കാൻ നമ്മുടെ ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയ സ്പൂൺ വെച്ച് കൊടുക്കാം. ഒത്തിരി കുത്തി നിറച്ച് വെക്കേണ്ട, ഒരു കുറച്ച് വെച്ച് നമുക്കിതിങ്ങനെ നല്ലപോലെ ഒന്ന് ചേരിച്ച് ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ കോണാക്കി ഒന്ന് മടക്കി കൊടുക്കണം. ഇതുണ്ട്, എന്നിട്ട് ഇങ്ങനെയൊന്ന് ഈ മൈദ നമ്മൾ കലക്കി വെച്ചേക്കുന്ന അതിനാണ് ഈ സൈഡിൻ വഴി ഒന്ന് അരികും വഴി ഒന്ന് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇതുണ്ടോ, എന്നിട്ടിത് ഇങ്ങോട്ട് തിരിച്ചിത് കണ്ടോ, ഈ ഷീറ്റ് ഇങ്ങോട്ട് മടക്കണം. ഇതുണ്ടോ ഇങ്ങനെ, എന്നിട്ടിതിങ്ങനെ എടുത്ത് കൈ വെക്കുമ്പോൾ ഇതുണ്ടോ നമ്മുടെ ഇതുണ്ട് ഷീറ്റ് നല്ലപോലെ മടങ്ങി. ഇനി ഈ സൈഡും വഴിയും കൂടെ തേച്ച് വെച്ചിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ച് ഇതിങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കണ്ടോ. നമ്മുടെ സമോസ ഇതുണ്ട്, ഇങ്ങനെയാണ് നമ്മുടെ ഹോം മെയ്ഡ് നമ്മൾ ഷീറ്റിട്ട് സമോസ ഫില്ല് ചെയ്യുന്നത്. കണ്ടോ, എന്തെളുപ്പമാണെന്ന് നോക്കിയാൽ, പെട്ടെന്നായില്ലേ. അവിടെ ഞാൻ ഫില്ല് ചെയ്യാവേ. ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ കോൺ പോലെ ഇങ്ങനെ കൂട്ടി അതിലേക്ക് നമ്മൾ മൈദ തേച്ച്, ഈ കലക്കി വെച്ചിരിക്കുന്ന മൈദ തേച്ച് കൊടുത്തു. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു ശകലം നമുക്ക് പാടായിരിക്കുമേ, ഒരു ഇതായിരിക്കും. പിന്നെ അതങ്ങ് നമ്മൾ അങ്ങ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് പിള്ളേർക്കൊക്കെ വീട്ടിൽ ഇച്ചിരി സമോസ ഉണ്ടാക്കി കഴിക്കണമെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കും. ഇനി ഇതിങ്ങനെ തിരിച്ച് ഇതിങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ വന്ന് ഇതിങ്ങനെ റോള് ചെയ്ത് ഇതുണ്ടോ നമുക്കിതിങ്ങനെ മടക്കി ഒട്ടിച്ച് ഞാൻ ചെറിയ ഷീറ്റുകളാണ് ഉണ്ടാക്കി, ചെറിയ ചെറിയ സമോസയാണ് ഉണ്ടാക്കിയത്. ഇതുണ്ടോ നമ്മുടെ സമോസ റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഞാനിത് ഒരു 3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് വറുത്ത് കോരിയെടുക്കട്ടെ. ഇങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമോസ നമുക്ക് ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കും. 3 എണ്ണം നമുക്കൊന്നിച്ച്
അതുകൊണ്ട് ഇട്ട് കഴിയുമ്പോൾ അന്നേരം ഇളക്കി കൊടുക്കേണ്ട, ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണേ. തീരെ കനം കുറഞ്ഞ ഷീറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഉണ്ടോ നല്ല കൊമളച്ച് വരുന്നുണ്ട് നമ്മുടെ സമോസ. ഇതുണ്ട് നല്ല ഇത്രയും ഇതേ ഉള്ളൂ. നമ്മൾ ഈ വലിയ വില കൊടുത്തൊന്നും നമ്മൾ ഈ ഷീറ്റ് പുറത്ത് പോയി മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഇതുണ്ടോ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ചിക്കൻ സമോസ റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാവേ. ഇതുണ്ടോ. നമുക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന സമോസയായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയേ. ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഷീറ്റിനും കുഴപ്പമില്ല. ഇതുണ്ടോ നല്ല ഒന്നും പൊട്ടിയോ. ഇതുണ്ടോ ഒന്നും പൊട്ടിപ്പോവോ. ഇതുണ്ടോ ഒന്നും പൊട്ടിയിട്ടോ ഒന്നുമില്ല. നോക്കിയാൽ നല്ല നല്ല ഷേപ്പായ നല്ല സമോസ. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് കാപ്പിക്കായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മൾ ഷീറ്റ് മേടിക്കാനായിട്ട് ഇപ്പോൾ കടയിലേക്ക് ഓടുകയൊന്നും വേണ്ട. നമുക്ക് തന്നെ മൈദ ഉണ്ടെങ്കിൽ നമുക്ക് ഷീറ്റ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമോസ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഇതുണ്ട് നല്ല അടിപൊളി. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം സമോസ തന്നെ. പുറം നല്ല ക്രിസ്പി, അകം എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സമോസയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ. താങ്ക് യു.